നീ തടയോ എങ്ക തടഞ്ഞു നോക്കടാ. ഇതെന്റെ ചേച്ചിയാ, ഇവർക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചോ? കാര്യം അത്രക്ക് സ്നേഹമാണ്, വിളിച്ചോണ്ട് പോടാ. എനിക്ക് വേണ്ട. പോകുന്നെങ്കിൽ ഈ നിമിഷം പോയിക്കോണം. അതല്ല എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാമെങ്കിൽ നിന്നോ. പക്ഷേ എന്നെ ഉപദേശിക്കാൻ തിരുത്താനുമായി ഇത്തരം റാസ്കൽസിനെ ഈ പഠിക്കകത്ത് കയറ്റിപ്പോയാൽ, അങ്ങനെ കയറ്റിയാൽ അന്ന് തീർക്കും ഞാൻ. മനസ്സിലായ സാഹിത്യകാരി പയ്യൻ അവൻ ഉപദേശിക്കുന്നു. എന്തൊക്കെയാ ബാബു നീ കാട്ടിക്കുട്ടിയെ? ബന്ധങ്ങളൊക്കെ മറന്നോ താൻ? ഒന്നുമില്ലെങ്കിലും പ്രായത്തിന് മൂത്ത ആളാണെന്നെങ്കിലും ഓർക്കണമായിരുന്നു. മോശമായിപ്പോയി. അങ്ങേർക്ക് എന്തും പറയാല്ലേ, ഞാനത് കൈയും കെട്ടി കേട്ടിരിക്കണം. പറ്റില്ല സാർ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ സാറിനറിയോ? അച്ഛനാകെ തകർന്നിരിക്കുക. ചേച്ചിയുടെ ഇവിടുത്തെ ജീവിതം എങ്ങനെയാണെന്ന് സാറിന് മനസ്സിലായി കാണുമല്ലോ. ഇത്രയൊക്കെ ആയിട്ടും ഇന്നുവരെ ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയേണ്ടതായിരുന്നു. പറയാത്തതിന്റെ കുഴപ്പങ്ങളാ ഈ സംഭവിച്ച അത്രയും. പക്ഷേ ബാബു ഇങ്ങനെ റിയാക്ട് ചെയ്താ പ്രസാദിന്റെ വാശി കൂടുകയല്ലേ ഉള്ളൂ. അറിഞ്ഞൂടെ പ്രസാദിന്റെ സ്വഭാവം? എന്റെ സ്വഭാവം അങ്ങേരും അറിയട്ടെ. ചേച്ചി, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ മനുഷ്യൻ ഈ കണ്ണീരൊന്നും കണക്കിലെടുത്തിട്ടേ ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും അയാൾ എന്തെങ്കിലും തരത്തിൽ ചേച്ചി ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കിയേക്കില്ല. ഞാൻ ഇതിനൊക്കെ എന്തു പറയാനാ സുമിത്രേ? ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ എല്ലാരും ശ്രദ്ധിക്കണമായിരുന്നു. എന്തായി ദേവേട്ട? പോയ കാര്യം നടന്നു. പക്ഷേ അതിനേക്കാളും വലിയൊരു സംഭവത്തിന് സാക്ഷിയാകേണ്ടി വന്നു. ഞാൻ പ്രസാദുമായി ചെല്ലുമ്പോൾ ബാബു അവിടെ ഉണ്ടായിരുന്നു. ബാബു ഇന്നലെ രാത്രി അവിടെ നിന്നാണ് വിളിച്ചേ. പ്രസാദ് കയറി ചെന്നപാടെ ബാബുവിനോട് തട്ടിക്കയറി. ബാബുവും വിട്ടുകൊടുത്തില്ല. ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. നന്നായി. എന്നിട്ട് പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വിവരം നമ്മളോടൊക്കെ പറയുന്നതിന് മുമ്പേ ആരോ ശങ്കർജി വിളിച്ച് പറഞ്ഞിരുന്നു. എന്നിട്ട് ശങ്കർജി ഇടപെട്ടില്ല എന്നുള്ളതാ പ്രസാദിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ആകെ ബഹളമായി. ഒടുവിൽ ഞാൻ ബാബുവിനെ ചെറുതായൊന്ന് ശാസിച്ചു വിട്ടു. പ്രസാദിന്റെ പുറത്തു മാത്രം കുറ്റം ആരോപിച്ച് കൈയെഴുന്നത് ശരിയല്ലല്ലോ. നീ ഏത് കോത്താഴ്ത്തുകാരനാ ദേവ? പ്രസാദ് എന്ന് പറയുന്ന ആ യന്ത്രവന്റെ കയ്യിലിരിക്കുന്ന മുഴുവനും വേണ്ടാത്ത കാര്യങ്ങളാ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. ആ കൊച്ചു ചെറുക്കൻ ചെയ്ത എന്താ കുറ്റം? അടിച്ചവന്റെ കരണക്കുറ്റി പൊട്ടിക്കണമായിരുന്നു. സ്വന്തം പെങ്ങളെ ഒരുത്തനിട്ട് അമ്മാനമാടുന്നത് എത്രയെന്ന് കരുതി അതുങ്ങൾ സഹിക്കുക? കയ്യൂക്കുള്ള ആമ്പിള്ളേര് ആങ്ങളന്മാരായിട്ടുണ്ടെങ്കിലേ ഇവന്മാരൊക്കെ മര്യാദ പഠിക്കൂ. അത് അമ്മായി പറഞ്ഞ ശരി തന്നെയാ. എല്ലാവർക്കും നാണക്കേടുണ്ടാക്കി സ്റ്റേഷനിൽ കയറിയിട്ട് വന്നതും പോരാ, പിന്നെയും ബാക്കിയുള്ളവരുടെ നേർക്ക് കയറുകയെന്ന് വെച്ചാ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ ഒരാൾ ജയിച്ചത് കൊണ്ടോ മറ്റൊരാൾ തോറ്റത് കൊണ്ടോ തീരാവുന്ന പ്രശ്നമാണോ ഇത്? ആരെന്ത് ചെയ്താലും തകരുന്നത് സുമിത്രയുടെ ജീവിതമാണ്. അത് ഓർക്കണ്ടേ? പ്രസാദ് എന്ന് പറയുന്ന മനുഷ്യൻ ആരോ ഒരാളല്ല, സുമിത്രയുടെ ഭർത്താവാണ്. ചേടാ, ഇത്രയൊക്കെ ഗുലുമാലുകൾ ഉണ്ടായിട്ടും ആ സുമിത്ര കൊച്ചു എന്തിനാ അവന്റെ വാലയെ തൂങ്ങിക്കിടക്കണത്? കളഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കി പൊയ്ക്കൂടെ? എന്തിനാ കൂടുതൽ പറയണേ? ഇമ്മാരി മന്ദബുദ്ധികളാ ഇവന്മാരെ എങ്ങനെ വിളയാൻ വിടുന്നത്? ഓ, ഇനി പറഞ്ഞ് ആ സുമിത്രയെ കൂടെ കുറ്റപ്പെടുത്ത്. അവരാണെങ്കിൽ ചെകുത്താനും കടലിനും നടുവില്ല. ഒരു ഭാഗത്ത് സ്വന്തം ജീവിതവും അഭിമാനവും, മറുഭാഗത്ത് സമൂഹം. എന്ത് ചെയ്യും സുമിത്ര? പോടാ പുല്ലേന്നും പറഞ്ഞങ്ങ് പോയേക്കണം. ഒരു മുഴുക്കുടിയന്റെ കൂടെ ആട്ടും തുപ്പും കേട്ട് കഴിയുന്നതിലും ഭേദം വല്ല ഹിമാലയത്തിലും പോയി സന്യസിക്കുന്ന നല്ലത്. എൻ്റെ മനസ്സ് പറയുന്നതും അത് തന്നെയാ ദേവേട്ട. അല്ലാതെ എത്ര കാലം സുമിത്ര ഈ ടെൻഷനും അപമാനവും സഹിച്ച് മുന്നോട്ട് പോവും? പിരിയണോന്നൊരു തീരുമാനം സുമിത്ര എടുത്താൽ കുറ്റപ്പെടുത്താനാവില്ല. ഓ,
എന്നാൽ ഇത് കുറെ കടുപ്പാണ്. പണവും പദവിയും ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്താ വിശേഷം? വിവരം വേണ്ടേ? നിന്റെ ഭാഗത്തുണ്ട് ദേവാ തെറ്റ്. കൂട്ടുകാരനാണെന്നും പറഞ്ഞ് ചുമ്മാ കെട്ടിപ്പിടിച്ച് നടന്നാ പോരാ, ഉപദേശിക്കണം. എനിക്ക് അതിനുള്ള കഴിവ് പോരാ. അമ്മായി ചെന്നൊന്ന് ഉപദേശിച്ചിട്ട് വാ. പ്രസാദ് ഇപ്പൊ അവിടെ ഉണ്ട്. ഞാൻ പോയാലേ എച്ചിച്ചൂലുമായിട്ടേ പോവൂ ഉപദേശിക്കാൻ, അവൻ്റെ മോന്തക്കിട്ട് കൊടുക്കാൻ. സാരമില്ല, അവൻ എപ്പോഴെങ്കിലും ഈ പടി കടന്ന് വരുമല്ലോ നിന്നെ തിരക്കി. അപ്പോൾ ഞാൻ മുതലും പലിശ എടുത്ത് തീർത്തു കൊടുത്തോളാം. ആ ഈശ്വരാ. പ്രസാദ് ഇവിടെങ്ങാനും വന്നാ അവര് പറഞ്ഞു പോലും ചെയ്യിച്ചാമേ. ഉറപ്പാ. ചെയ്താ അതാ വിധിന്ന് വിചാരിക്കാം, അല്ലാതെ എന്താ വഴി? ആ, ദേവേട്ടന് ചായ വേണോ? ആ, ഒരു ചായ എടുക്കും. എന്തായി? പ്രസാദിനെ വിട്ടോ സ്റ്റേഷനിൽ നിന്ന്? ദേവൻ ചെന്ന് ഇറക്കിക്കൊണ്ടുവന്നു. രമേശേട്ടൻ കണ്ടോ പ്രസാദിനെ? കണ്ടു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ. എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ഒരുപാടൊന്നുമില്ലെങ്കിലും പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു. എൻ്റെ പാറു, അവൻ ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് തോന്നണില്ല. അതിൻ്റെ ഒരു ലക്ഷണം ഞാൻ കണ്ടില്ല. കള്ളു കുടിച്ചതും ബാറിൽ അടിപിടി ഉണ്ടാക്കിയതും പോലീസ് പിടിച്ചതും ഒക്കെ അവന്റെ തെറ്റല്ല, ബാക്കിയുള്ളവരുടെ തെറ്റാണെന്ന് മറ്റുള്ള സംസാരം. ദേഷ്യം വരാതിരിക്കുവോ? രമേശേട്ടൻ പ്രസാദിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചോ? വേണ്ടി വന്നു. അത് വേണ്ടായിരുന്നു. രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞതിന്റെ രോഷവും നാണക്കേടും കൊണ്ടാവില്ലേ പ്രസാദ് അങ്ങനെ? അതെനിക്കറിയാലോ. ചെന്നപാടെ ഞാൻ ചൂടാവൊന്നും ആയിരുന്നില്ല. പക്ഷേ കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ഒരുമാതിരി ശത്രുവിനോടെന്ന പോലെ അവൻ സംസാരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? അനിയ, നീ കുടിച്ച് അലമ്പുണ്ടാക്കിയതിനും നിന്നെ പോലീസ് പിടിച്ചതിനുമൊക്കെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് അവനെ മാലയിട്ട് ബഹുമാനിക്കണോ? ഞാനത് പഠിച്ചിട്ടില്ല. അവന്റെ ചേട്ടനെ ഞാൻ. അവൻ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചേട്ടൻ. എന്നിട്ട് പ്രസാദ് എങ്ങോട്ടാ പോയത്? ദേവൻ കൂടെ ഉള്ളതുകൊണ്ട് വീണ്ടും ബാറിലേക്കായിരിക്കില്ല, വീട്ടിലേക്ക് തന്നെ ആവും. സുമിത്ര, ശങ്കർജി സാറും ഒക്കെ ഇതറിഞ്ഞിട്ടുണ്ടാവോ ഈശ്വര? പിന്നെ അറിയാതെ എല്ലാവരും അറിഞ്ഞു. വിവരം അറിഞ്ഞിട്ടും ശങ്കർജി സാർ പോലീസ് സ്റ്റേഷനിൽ മരുമാനെ കാണാൻ ചെന്നില്ല. ആ രോഷത്തിൽ തിളച്ചു നിൽപ്പാണ് പ്രസാദ്. വിവരമുണ്ടോ അവന്? ശങ്കർജി സാർ വെറും ഒരു അമ്മായി അച്ഛൻ മാത്രമാണെന്ന അവന്റെ ധാരണ. രമേശ, എന്താമ്മേ, അമ്മ കുളിക്കുകയായിരുന്നോ? എനിക്ക് പ്രസാദിന്റെ അടുത്ത് പോണം ഇപ്പൊ തന്നെ. ഇപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ? നീ അഭിനയിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ കേട്ടു. പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലേ? ഇല്ലമ്മേ. ആര് പറഞ്ഞു? രമേശ, ശരിയാണമ്മേ. പക്ഷെ അത് അറസ്റ്റ് ഒന്നുമല്ല, വെറുതെ ഒന്ന് വാൺ ചെയ്യാനായി കൂട്ടിക്കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് വിട്ടയക്കുകയും ചെയ്തു. ഈശ്വര, ഇതൊക്കെ കാണാൻ നീ എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നേ? വിളിച്ചൂടെ എന്നെ അങ്ങോട്ട്? അമ്മേ, വിഷമിക്കല്ലേ. പ്രസാദിനൊന്നും സംഭവിച്ചിട്ടില്ല. കുടിച്ച് ബഹളം ഉണ്ടാക്കുക, പോലീസ് പിടിച്ചോണ്ട് പോവുക. എങ്ങനെ സഹിക്കും മോളെ ഞാനിതൊക്കെ? എന്റെ കുട്ടി ഇങ്ങനെ നശിക്കാൻ കാരണം ഞാൻ ഒരുത്തിയ. അമ്മയോ? അമ്മ എന്ത് ചെയ്തു? ഞാൻ ആ വീട് വിട്ടിറങ്ങിയതാ എല്ലാറ്റിനും കാരണം. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പോന്നപ്പോ അവൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നിക്കാണും. അമ്മയുടെ സ്നേഹം പോയി എന്ന് വിചാരിച്ചു കാണും. അതാ മുന്നും പിന്നും നോക്കാതെ ഭ്രാന്തെടുത്ത പോലെ ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. എനിക്ക് അവനെ കാണണം രമേശ. അവന്റെ അമ്മ അവനെ ഒരിക്കലും ഉപേക്ഷിച്ചു പോയില്ലെന്ന്
അവന് ഉറപ്പ് കൊടുക്കണം. നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവില്ലേ രമേശ? കൊണ്ടുപോവാ. അമ്മ വേഗം തയ്യാറാവും. അച്ഛൻ വരും. ആഹാ, ഇതാര്? എന്റെ അമ്മായിച്ചനല്ലേ? ഓ, അതിലും പ്രധാനപ്പെട്ട ടൈറ്റിൽ വേറെ ഉണ്ടല്ലോ, മഹാകവി. വെറും മഹാകവിയല്ല, മദ്യവിരുദ്ധനായ, പരിശുദ്ധരിൽ പരിശുദ്ധനായ, ആദർശശാലിയായ മഹാകവി. താങ്ക് യു സാർ. എന്തിന്? ആ ഫോൺ കോൾ കിട്ടിയ നിമിഷം തന്നെ സ്റ്റേഷനിലേക്ക് പാഞ്ഞു വന്ന് എനിക്ക് വേണ്ടി SIയോട് റിക്വസ്റ്റ് ചെയ്ത് എന്നെ റിലീസ് ചെയ്തില്ലേ? ലോകത്തിൽ വേറെ ഏത് ഫാദറിനോയാ ഇങ്ങനൊരു സഹായം ചെയ്യാ? അപ്പൊ ഈ മരുമകൻ അതിന് നന്ദി പറയണ്ടേ? ദാ പറഞ്ഞിരിക്കുന്നു. മലർന്നു കിടന്ന് തുപ്പിയാൽ സ്വന്തം മുഖത്തെ വീഴൂ. തൻ്റെ തെറ്റിന് മറ്റുള്ളവരെ പഴിക്കണ്ട. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടിയിരിക്കും. ഞാൻ ജീവിതത്തിൽ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്താണെന്നോ? നിങ്ങളുടെ ഈ മോളെ വിവാഹം ചെയ്തു. അന്ന് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങി. നിങ്ങളുടെ കഷ്ടകാലത്തിനൊക്കെ കാരണം ഇവളാണല്ലേ? ഇവളെ വിവാഹം ചെയ്തുകൊണ്ടാണോ നിങ്ങൾ മദ്യപാനിയായത്? ഇവളെ വിവാഹം ചെയ്തുകൊണ്ടാണോ നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്? ബാറിൽ കിടന്ന് കുടിച്ച് തല്ലുണ്ടാക്കിയതിനും പോലീസ് പിടിച്ചുകൊണ്ട് പോയതിനും ഒക്കെ കാരണം ഇവളാണ്. എന്താ സംശയം? പ്രൊഫസർ സാറേ, പെൺമക്കളെ വളർത്തുമ്പോ അവർ നാളെ വേറൊരു വീട്ടിൽ പോയി പൊറുക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടെ വേണം വളർത്താൻ. പുരുഷനെ ഭരിക്കേണ്ടവളല്ല, അനുസരിക്കേണ്ടവളാണ് സ്ത്രീ എന്ന ബാലപാഠം പഠിപ്പിച്ചു വേണം വിടാൻ. നിങ്ങൾ ചെയ്തിട്ടില്ല. അതിന്റെ ഫലങ്ങളാണിപ്പോ ഞാൻ അനുഭവിക്കുന്നത്. ഇവൾ പ്രസാദിന്റെ ഭാര്യയല്ലല്ലോ, മഹാകവി ശങ്കർജിയുടെ മോളല്ലേ. ഇമ്പോർട്ടൻസ് അതിന് മാത്രം, അതിലല്ലേ ഗ്ലാമർ. അങ്ങനെയല്ലേ അച്ഛൻ മോളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അതുപോട്ടെ, ഇപ്പൊ എന്തിനാണോ ഈ എഴുന്നള്ളത്ത്? പോലീസ് എന്നെ ഇടിച്ചോ ചതച്ചോ ഉരുട്ടിയോ എന്നൊക്കെ അറിയാനായിരിക്കും. മർദ്ദനത്തിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഈ താല്പര്യം. മിനിമം മാനുഷികമായ മര്യാദ ഇന്നലെ കാണിക്കാമായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് സ്റ്റേഷന്റെ ഗേറ്റ് വരെയെങ്കിലും ഒന്ന് വരാമായിരുന്നില്ലേ? വന്നോ നിങ്ങൾ? നിങ്ങളുടെ മോനായിരുന്നു ഇങ്ങനെ അവസ്ഥയിലെങ്കിൽ ആ നിമിഷം നിങ്ങൾ പാഞ്ഞെത്തില്ലേ? ഇല്ല, ശങ്കർജി വരില്ല. ഓ, അത്ര വലിയ ഐഡലിസ്റ്റ് ആണോ? കണ്ടതിൽ വളരെ സന്തോഷം. കാരണം രാജ്യത്ത് ഐഡലിസ്റ്റുകൾക്കെല്ലാം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴേ മതി. എന്നെ സഹായിക്കാൻ മനസ്സില്ലാത്തവരൊന്നും ഇനി എന്റെ കോമ്പൗണ്ടിൽ പോലും കിടക്കാൻ പാടില്ല. പോണം. എന്താ കേട്ടില്ലേ? പോകാൻ തന്നെയാണ് വന്നത്, പക്ഷെ ഒറ്റയ്ക്കല്ല, എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട്. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ എൻ്റെ മോളെ വിവാഹം ചെയ്തതാണ് ആകെ ചെയ്ത തെറ്റെന്ന്. തെറ്റ് ചെയ്തവൻ ഞാനാ, എൻ്റെ കുട്ടിയോട് ചെയ്ത തെറ്റ്. നിങ്ങളെപ്പോലൊരു മനുഷ്യത്വമില്ലാത്തവന്, ഒരു നിർദ്ദയന് എൻ്റെ കുട്ടിയെ പിടിച്ചു തന്നു എന്ന തെറ്റ്. ഒരുപാട് നിങ്ങൾ അവളെ കരയിച്ചു, ഒരുപാട് അവൾ അനുഭവിച്ചു. മതി, ഇനിയെങ്കിലും എനിക്ക് എൻ്റെ കുട്ടിയോട് ചെയ്ത തെറ്റ് തിരുത്തണം. ഞാൻ അവളെ കൊണ്ടുപോകുന്നു. വളരെ സന്തോഷം. വേണ്ട മോളെ, എല്ലാ വശവും ചിന്തിച്ചിട്ട് തന്നെയാ അച്ഛനെ തീരുമാനമെടുത്തത്. ഇയാളുമായൊരു നല്ല ജീവിതം ഒരിക്കലും എൻ്റെ മോക്കുണ്ടാവില്ല. അച്ഛനത് പൂർണ്ണമായും ബോധ്യമായി. അച്ഛനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, അച്ഛന് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ മോള് വരണം. വരില്ലേ? അഭിനയം വേണ്ട വേണം.
ഒരിക്കലും താൻ എന്റെ ഭാര്യയായിട്ടില്ല. പിരിഞ്ഞു പോവാൻ തനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഈ നാടകം? പൊയ്ക്കോ, അച്ഛന്റെ മോൾ അച്ഛന്റെ കൂടെ തന്നെ പൊയ്ക്കോ. ഒരു ഹോട്ടലിൽ കുറച്ചു ദിവസം താമസിച്ചു പോകുന്ന എഫക്റ്റ് അല്ലേ ഉള്ളൂ. ഒരു വ്യത്യാസം മാത്രം, ഇവിടെ താമസിച്ചതിന്റെ ബില്ലടയ്ക്കണ്ട. ആ പിന്നെ ഡ്രസ്സോ മറ്റോ എടുക്കാനുണ്ടെങ്കിൽ എടുക്കാം. മോള് വരുന്നില്ലേ? വരാച്ച